ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം കൊച്ചിയിലും തിരുവിതാംകൂറിലും നിലനിന്ന രാജഭരണം അവസാനിച്ചത് 1949-ലായിരുന്നു. പിന്നീട് കേരളം കണ്ടത് ജനാധിപത്യ സർക്കാരുകളെ. പക്ഷേ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലം വീണ്ടും ഒരു രാജഭരണത്തിൻ്റെതായിരുന്നുവെന്ന് പറയുന്നവരുണ്ട്. രാജാവും പരിവാരങ്ങളും അരങ്ങുവാണ കാലത്ത് മന്ത്രിമാർ വെറും നോക്കുകുത്തികളായിരുന്നു. രാജാവിന് ബലം എന്നും വലിയ രാജഭക്തി കാട്ടിയിരുന്ന ഉദ്യോഗസ്ഥരും. അത്തരമൊരു സംഭവമായിരുന്നു ആലപ്പുഴയിൽ നവകേരള ബസ് യാത്രക്കിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള സുരക്ഷാ ജീവനക്കാരുടെ വിഖ്യാതമായ രക്ഷാപ്രവർത്തനം. സകല ചട്ടങ്ങളും നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയനോടുള്ള ഭക്തി കാണിക്കാൻ ഗൺമാൻ അടക്കമുള്ള സുരക്ഷാ ജീവനക്കാർ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ വളഞ്ഞിട്ട് മർദ്ദിച്ചത്. അത് ആസൂത്രണം ചെയ്തുള്ള ആക്രമണമായിരുന്നു എന്നതിന് കൂടുതൽ ശക്തമായ തെളിവുകൾ പുറത്തു വരികയാണ്. സുരക്ഷാ സംഘത്തിന് പോലീസ് വകുപ്പ് അനുവദിക്കാത്ത ചൂരൽ വടി എങ്ങനെ അവരുടെ കൈകളിലെത്തി? എന്തിനാണ് കരിങ്കൊടി കാണിച്ച ശേഷം ലോക്കൽ പോലീസ് നിയന്ത്രണത്തിലാക്കിയ പ്രവർത്തകരെ പിന്നെയും വാഹനത്തിൽ നിന്ന് ഇറങ്ങിയെത്തി മർദ്ദിച്ചത്? മർദ്ദനമോ ലാത്തി ചാർജോ പോലും അവരുടെ ഡ്യൂട്ടി അല്ല എന്നിരിക്കെ എന്തിന് ഇത് ചെയ്തു? ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം പ്രതികളായ 5 സുരക്ഷാ ജീവനക്കാരും ഉത്തരം നൽകേണ്ടതായി വരും. മാത്രമല്ല, മർദ്ദിക്കാൻ ഉപയോഗിച്ച ചൂരൽ വടി പോലീസ് വകുപ്പ് ഇവർക്ക് നൽകുന്നതല്ല. സാധാരണ പോലീസുകാർ ഉപയോഗിക്കുന്ന ചൂരൽ വടിയേക്കാൾ നീളമുള്ള ഈ വടി ഇവർക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന് വ്യക്തമാക്കേണ്ടി വരും. കാരണം സുരക്ഷാ സംഘത്തിന് ലാത്തിയോ ചൂരൽ വടിയോ അല്ല, പകരം കൈത്തോക്കാണ് നൽകാറുള്ളത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായാണ് മർദ്ദിച്ചത് എന്ന ന്യായമാണ് നിരത്തുന്നത് എങ്കിൽ സ്വന്തം ചുമതലയിൽപ്പെടാത്ത കാര്യം സുരക്ഷാ സംഘം ചെയ്യേണ്ടതില്ല എന്നാണ് SIT റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. Z+ കാറ്റഗറി സുരക്ഷയുള്ള VIP സംഘർഷ സ്ഥലത്ത് പെട്ടുപോയാൽ അദ്ദേഹത്തെ അവിടെ നിന്ന് സുരക്ഷിതമായി മാറ്റുന്നത് മാത്രമാണ് സുരക്ഷാ സംഘത്തിന്റെ ചുമതല. ക്രമസമാധാനം നിയന്ത്രിക്കേണ്ടത് ലോക്കൽ പോലീസാണ്. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക ജോലി എന്ന വിശദീകരണത്തിന്റെ ആനുകൂല്യം ഈ പ്രതികളായ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കില്ല എന്ന് സാരം. VIP-കൾക്ക് നൽകുന്ന സുരക്ഷ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ യെല്ലോ ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. യെല്ലോ ബുക്ക് ഇതിൽ പറയുന്ന നിർദ്ദേശങ്ങൾക്ക് കടകവിരുദ്ധമാണ് സുരക്ഷാ സംഘം നടത്തിയ രക്ഷാപ്രവർത്തനം. സംഘർഷ സ്ഥലത്ത് പെട്ടുപോകുന്ന VIP-ക്ക് സുരക്ഷ ഒരുക്കി അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോകൽ മാത്രമാണ് സുരക്ഷാ സംഘത്തിന്റെ ചുമതല. ക്രമസമാധാനം നിയന്ത്രിക്കാനോ ലാത്തി ചാർജ് പോലെ പ്രതിഷേധക്കാരെ അടിച്ചൊതുക്കാനോ നിയമം സുരക്ഷാ ഉദ്യോഗസ്ഥരെ അനുവദിക്കുന്നില്ല. ക്രമസമാധാനം നിയന്ത്രിക്കേണ്ടത് ലോക്കൽ പോലീസാണ്. അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് റോളേ ഇല്ല. ചുരുക്കത്തിൽ Z+ കാറ്റഗറിയിലുള്ള VIP-യുടെ സുരക്ഷാ സംഘത്തിന്റെ ചുമതലയിൽപ്പെടുന്ന കാര്യങ്ങളല്ല പിണറായി വിജയന്റെ ഗൺമാനും സംഘവും ചെയ്തത് എന്നാണ് SIT നിയമം ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിന്റെ യെല്ലോ ബുക്കിലെ നിർദ്ദേശങ്ങൾ ലംഘിച്ചത് ചട്ടലംഘനത്തിന് പുറമെ കടുത്ത സുരക്ഷാ വീഴ്ച കൂടിയാണ് എന്ന് SIT-യുടെ റിപ്പോർട്ടിലുണ്ട്. പ്രതിഷേധക്കാരെ മർദ്ദിക്കാൻ സുരക്ഷാ ജീവനക്കാർ വാഹനം നിർത്തി ഇറങ്ങിയതോടെയാണ് സുരക്ഷാ വീഴ്ചയുണ്ടായത്. പ്രതിഷേധക്കാരെ ഇവർ മർദ്ദിക്കുന്ന സമയം മുഖ്യമന്ത്രി പിന്നെ മുന്നോട്ടു പോയത് സുരക്ഷാ ജീവനക്കാർ ഇല്ലാതെയാണ്. മാത്രമല്ല, ഇവരുടെ വാഹനത്തിന് പിന്നാലെ ഉണ്ടായിരുന്ന ആംബുലൻസും അഗ്നിരക്ഷാസേനയുടെ വാഹനവും ഉൾപ്പെടെയുള്ള വാഹനവ്യൂഹവും ഗതാഗതക്കുരുക്കിൽ പെടുകയും ചെയ്തു. ഇതാണ് സുരക്ഷാ വീഴ്ചയായി SIT റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. പ്രതിഷേധക്കാരെ ഗൺമാൻ അടങ്ങുന്ന സംഘം പുറത്തിറങ്ങി മർദ്ദിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ SIT റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മർദ്ദനമേറ്റ AD തോമസും അജയ് ജുവൽ കുര്യക്കോസും കരിങ്കൊടി കാട്ടിക്കഴിഞ്ഞ ശേഷം ഇരുവരെയും ലോക്കൽ പോലീസ് പിടിച്ചു മാറ്റി ശാന്തരാക്കിയിരുന്നു. ഇതിനുശേഷമാണ് ഗൺമാനും സംഘവും വാഹനം നിർത്തി ചാടിയിറങ്ങി ഇരുവരെയും ചൂരൽ വടി ഉപയോഗിച്ച് മർദ്ദിച്ചത്. ഇക്കാര്യം തെളിയിക്കാൻ പരിസരത്തെ CCTV ദൃശ്യങ്ങളും കൂടി പ്രത്യേക അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. ഒപ്പം പ്രതികൾക്കെതിരായ തെളിവുകൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സംഭവ സ്ഥലത്തുണ്ടായിരുന്നവർ മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കും. ഇവയെല്ലാം ശേഖരിച്ച് കഴിഞ്ഞ ശേഷമായിരിക്കും 5 പ്രതികൾക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുക. പ്രതികൾക്ക് ഒരു തരത്തിലും ഊരിപ്പോരാൻ പറ്റാത്ത വിധത്തിലുള്ള കുരുക്കിടുക എന്നത് തന്നെയാണ് ഇതിന്റെ ലക്ഷ്യം. കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ 3 വർഷം മുതൽ 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളും ചുമത്താനാകും. വധശ്രമം അടക്കമുള്ള ഗുരുതര വകുപ്പുകളായിരിക്കും ചുമത്തുക എന്നാണ് അറിയുന്നത്. ഇതോടെ കേസ് കൂടുതൽ കടുക്കും. മാത്രമല്ല, SIT റിപ്പോർട്ട് പരിഗണിക്കുന്ന സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനും സാധിക്കും. ശിക്ഷിക്കപ്പെട്ടാൽ എന്നേക്കുമായി സർവീസിൽ നിന്ന് പുറത്തു പോകേണ്ടിയും വരും. അതായത് ഡിസ്മിസൽ.
ഗൺമാനും സംഘത്തിനുമെതിരായ കേസിൽ റിപ്പോർട്ടും കേസ് ഡയറിയും തിരുത്താനും കേസ് അട്ടിമറിക്കാനും ക്രമസമാധാന ചുമതലയിലുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ ഇടപെട്ടതിന്റെ കൂടുതൽ തെളിവുകളും ഇതിനിടയിൽ തന്നെ പുറത്തു വരുന്നുണ്ട്. ആദ്യം കേസ് അന്വേഷിച്ച 2 ഇൻസ്പെക്ടർമാരും 2 ഡിവൈഎസ്പിയും ഒരു SIയും ഇതുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. കേസ് ഡയറിയും അന്തിമ അന്വേഷണ റിപ്പോർട്ടും ഉൾപ്പെടെ 2 നിർണായക രേഖകൾ ADGP അജിത് കുമാർ തിരുത്തിച്ചുവെന്നാണ് കണ്ടെത്തൽ. ആദ്യം കേസ് അന്വേഷിച്ചവരെ വിളിച്ചു വരുത്തി ADGP അജിത് കുമാറിന് കീഴിലുള്ള 2 SIമാർ ഭീഷണിപ്പെടുത്തിയെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ശക്തമായ സമ്മർദ്ദം ചെലുത്തി ഇവരെ കൊണ്ട് റിപ്പോർട്ട് തിരുത്തിക്കാനും ശ്രമം നടന്നു. പ്രതികളായ ഗൺമാന്മാരെ ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കം തടഞ്ഞതും അജിത് കുമാർ ആയിരുന്നു. സുരക്ഷാ ഡ്യൂട്ടിയുടെ ഭാഗമായ ബലപ്രയോഗം മാത്രമാണ് നടന്നത് എന്നും മർദ്ദനം നടന്നിട്ടില്ല എന്നും ആദ്യം കോടതിയിൽ റഫറൽ റിപ്പോർട്ട് നൽകിയതും അജിത് കുമാറിന്റെ സമ്മർദ്ദം മൂലമാണ്. ആദ്യ അന്വേഷണ സംഘം 1-ാം പ്രതി ഗൺമാൻ അനിൽകുമാറിനെയും 2-ാം പ്രതിയായ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപിനെയും ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അന്വേഷണത്തിന് അധിക സമയം അനുവദിക്കാതെ കേസ് വേഗത്തിൽ അവസാനിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തിയതും ADGP ആയിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്താതെ പരാതിക്കാർ തെളിവ് ഹാജരാക്കിയില്ല എന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ കൃത്യനിർവഹണം മാത്രമാണ് ചെയ്തത് എന്നും എഴുതി ചേർത്തത് നിയമവിരുദ്ധമാണ് എന്നും ഔദ്യോഗിക പദവിയുടെ ദുരുപയോഗമാണ് എന്നുമാണ് വിലയിരുത്തൽ. കേസ് അന്വേഷിച്ച 2 ഇൻസ്പെക്ടർമാരും 2 ഡിവൈഎസ്പിയും ഒരു SIയുമാണ് അജിത് കുമാറിനെതിരെ രംഗത്തെത്തിയത്. നേരത്തെ അത് ഞാൻ സൂചിപ്പിച്ചു. രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കാൻ ഉന്നത തലത്തിൽ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ഗൂഢാലോചന നടന്നുവെന്ന് ഇത് തെളിയിക്കുന്നതാണ്. ഇത് പിണറായിയുടെ വിശ്വസ്തനായ അജിത് കുമാറിനും അതുവഴി പിണറായിക്കും കുരുക്കാകും. ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണോ എന്നത് റിപ്പോർട്ട് പഠിച്ച ശേഷം ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കും. പ്രത്യേക സംഘത്തിന് നേതൃത്വം നൽകുന്ന SP ഷൗക്കത്ത് അലി DGPക്ക് റിപ്പോർട്ട് നൽകുന്നതോടെ പ്രതികളായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. സസ്പെൻഷൻ ഓർഡർ വന്നു കഴിഞ്ഞാൽ അധികം വൈകാതെ ഒരു പക്ഷേ അറസ്റ്റും നടക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേക സംഘം പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയ 5 പേർക്കെതിരെയും സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള വകുപ്പ് തല നടപടികളെടുക്കാൻ ആഭ്യന്തര വകുപ്പ് നീക്കം തുടങ്ങിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കാലതാമസം ഉണ്ടായേക്കാമെന്നാണ് നിഗമനം. അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയാലുടൻ 2 പേർ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചതും അന്വേഷണം പൂർത്തിയാക്കുന്നതിന് കാലതാമസം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് വകുപ്പ് തല നടപടികൾ സർക്കാർ ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം കേസ് അട്ടിമറിക്കാൻ ഇടപെട്ട ADGP MR അജിത് കുമാറിനെതിരെയും നടപടി ഉണ്ടായേക്കും. അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ നിയമോപദേശം തേടിയിട്ടുണ്ട്. കേസിൽ പ്രത്യേക സംഘത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ആദ്യത്തെ 2 പേർക്ക് പുറമെ 3 പേർ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. 5 പേരെയും അടുത്ത ദിവസങ്ങളിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. അതിനിടെ ആദ്യ 2 പ്രതികളായ അനിൽകുമാറും സന്ദീപും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. ജാമ്യം നൽകരുത് എന്നാവശ്യപ്പെട്ട് പ്രത്യേക സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിനൊപ്പം ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുമ്പോൾ ഈ കണ്ടെത്തലുകൾ കൂടി അന്വേഷണ സംഘം കോടതിയിൽ അറിയിച്ചാൽ ജാമ്യം നിഷേധിക്കപ്പെടാനും സാധ്യതയുണ്ട്.